ഹേ ഗായ്സ്, ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ച് സുന്ദരമായിട്ട് ഞാൻ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ പോകാനൊരു കാരണമുണ്ട്. എന്താ, തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. 9 ദിവസം എങ്ങനെ പോയെന്ന് ഒരു പിടിയില്ല. അങ്ങനെ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്നിട്ട് അപ്പവും കടലക്കറിയൊക്കെ കഴിച്ച് അച്ചാറൊക്കെ പാക്ക് ചെയ്യുക. അച്ചാറില്ലാതെ നമുക്ക് ഹോസ്റ്റലിലെ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അത് ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ട്രെയിനിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. കൊല്ലത്തുനിന്ന് കറക്റ്റ് 12:20 എടുക്കുന്ന ട്രെയിൻ 5:30 ശ്രീവില്ലിപുത്തൂർ സ്റ്റേഷനിലെത്തും. പോകുന്ന വഴിയുണ്ടല്ലോ, ഓരോ വ്യൂവും കാണാൻ അടിപൊളിയാണ്. പ്രത്യേകിച്ച് പുനലൂർ അങ്ങോട്ട് കഴിയുമ്പോൾ ക്ലൈമറ്റൊക്കെ മാറിയിട്ട് എൻ്റെ അമ്മോ എന്ത് രസമാണെന്നറിയാമോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഊട്ടിയൊക്കെ എത്തിയ പോലെ ആയിരിക്കും. എല്ലാം നിങ്ങൾക്ക് ഞാനിന്ന് കാണിച്ചു തരാം കേട്ടോ. ട്രെയിനിൽ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും ഞങ്ങൾ കാഴ്ച കാണാനായിട്ടിരുന്നു. ഈ സ്ഥലമൊക്കെ കണ്ടാൽ നമ്മൾ ഏതോ എസ്റ്റേറ്റിൻ്റെയൊക്കെ നടുക്കൂടെ ട്രെയിനിൽ പോവുകയാണെന്ന് വിചാരിക്കും. അത്രയ്ക്ക് അടിപൊളിയാണ്. എവിടെ നോക്കിയാലും കുറേ ഗ്രീനറിയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ലൈഫിൽ ഒരു വട്ടമെങ്കിലും പോയിരിക്കേണ്ട ഒരു ട്രെയിൻ റൂട്ടാണ് ഈ ഒരു റൂട്ട്. ഞങ്ങൾ ഈ പോകുന്ന ട്രെയിൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? ഗുരുവായൂർ മധുര എക്സ്പ്രസ്. ഗുരുവായൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മധുര വരെയുള്ള ഈ ട്രെയിൻ 12:30 കൊല്ലത്തെത്തും. അവിടുന്ന് പുനലൂർ വഴി തെന്മല, ആര്യങ്കാവ്, ചെങ്കോട്ട, തെങ്കാശി വഴി പോകുന്ന ഈ ട്രെയിൻ യാത്ര നിങ്ങൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ വീണ്ടും പറയാം. കാര്യം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ ഈ തെന്മലയൊക്കെ പോകുന്ന റൂട്ട്. അതിൻ്റെ കൂടെ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. മഴയത്ത് നമ്മൾ പോകുമ്പോൾ വേറൊരു ഫീൽ തന്നെയാണല്ലോ ഈ ട്രെയിനിനകത്ത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്ത് പോലും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. നല്ല കോട മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് എന്തൊരു തണുപ്പാണെന്നറിയാവോ. നമുക്ക് തന്നെ ലൈവായിട്ട് കാണാൻ പറ്റും. കോടയൊക്കെ ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് വരുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് തണുപ്പാണ്. ലൈക്ക് നമ്മളൊരു മലയുടെ മുകളിൽ കൂടെയാണ് ഈ ട്രെയിൻ യാത്രയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ക്ലോസ് ആയിരിക്കും നമ്മൾ മഞ്ഞായിട്ട്. നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം തണുപ്പാണ് ഇവിടെ ഇറങ്ങുന്നതെന്ന്. കാര്യം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തെന്മല റൂട്ട്. കണ്ടില്ലേ ഗൈസ്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്തോരം തണുപ്പാണ് ഇവിടെ ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഗൈസ് 13 കണ്ണറപ്പാലം. നമ്മൾ ഈ ട്രെയിൻ ഉണ്ടല്ലോ ഇനി ഓടി കറങ്ങി അവിടെ എത്തും. അതായത് നമ്മളിത് ചുറ്റിയാണ് വരുന്നത്. ഇത് ചുറ്റി നമ്മളിനി താഴെ പോകും. താഴെയാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്. നമുക്ക് പോകേണ്ടത് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മലയുടെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിതേ തെന്മല എത്തി. അല്ലെങ്കിലേ തെന്മലയിൽ എത്തുമ്പോൾ നല്ല തണുപ്പാണ്. ഇന്നതേ ഒന്നും പറയണ്ട, നല്ല മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ഈ സ്ഥലത്ത് എത്തുമ്പോഴാട്ടോ. താഴെ കൂടെ റോഡൊക്കെ പോയിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ നോക്കുമ്പോൾ വലിയ വണ്ടിയൊക്കെ പോകുന്നതാണ്. പക്ഷേ അതൊക്കെ നമുക്ക് ചെറുതായിട്ടായിരിക്കും കാണുന്നത്. മുകളിലോട്ട് കണ്ടില്ലേ ഗൈസ്, എന്തൊരു തണുപ്പാണ്. ആ മഞ്ഞ് നമുക്ക് തൊടാൻ പറ്റും, അങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പോയി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് വരണമെന്ന് ഞാൻ വീണ്ടും പറയുന്നൊരു സ്ഥലമാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പോകുന്ന കാണുമ്പോൾ നമ്മൾ ഏതോ കാട്ടിനകത്തോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കും. കാര്യം നമ്മൾ ട്രെയിനകത്ത് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും കാടാണ്. ഇനി നമ്മളൊരു സ്ഥലത്തോട്ട് കയറാൻ പോവാം. ഇതെവിടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്നത് ഒരു മലയുടെ അകത്തൂടാണ്.
ഇതുപോലെ 4 തുരങ്കങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു വലിയ ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ തുരങ്കമാണ്. അത് കഴിഞ്ഞ് നമ്മളെത്തുന്നത് തമിഴ്നാട്ടിലാട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോണിന് റേഞ്ചൊന്നുമില്ല. അല്ലെങ്കിൽ തെന്മല കഴിയുമ്പോൾ നമ്മുടെ ഫോണിനൊന്നും റേഞ്ച് കാണത്തില്ല. ഇവിടെ എത്തുമ്പം ദേ ഇതുപോലെ ഗുഹയ്ക്കകത്തോടെ നമ്മൾ ട്രെയിൻ പോകും. ശരിക്കും പറഞ്ഞാൽ ഈ വ്യൂ നമുക്ക് വേറെ രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നമ്മൾ ഈ വന്ന ഈ ഗുഹയില്ലേ, അതൊരു മലയുടെ നടുക്കൂടാണ് പോയിരിക്കുന്നത്. കണ്ടോ ഗൈസ്, ഈ മഞ്ഞിനെ നമുക്ക് ശരിക്കും തൊടാം. അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ ക്ലോസ് ആയിട്ട് പോകുന്നത്. അതേ കണ്ടോ, എന്ത് നല്ല വ്യൂ ആണ്. നിങ്ങൾ എന്തായാലും വരണം, ഞാൻ വീണ്ടും പറയാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ കാടാണ് ഇവിടെ. അങ്ങനെ ഗൈസ് നമ്മളിതേ പാലരുവിയിലെത്തി. ഇതാണ് ഗൈസ് പാലരുവി. ഇത് വെള്ളച്ചാട്ടമാണ്. അവിടുത്തെ വെള്ളം തന്നെ ഒഴുകി താഴോട്ട് വരുന്നതാണിത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മഴ പെയ്ത് കിടക്കുന്നുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ ഇതിലേ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം നല്ല വെള്ള കളറിൽ, അതായത് ഒരു പാല് പോലെയാണ് നമ്മൾ ഈ വെള്ളം കാണുന്നത്. ഗൈസ് നമ്മളിതേ ഇപ്പം ഈ കാണുന്നുണ്ട്, ഇതാണ് 13 കണ്ണറപ്പാലം. സോ അങ്ങനെ ഗൈസ് നമ്മൾ തമിഴ്നാട് എത്താറായി. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇനി വേറൊരു ഭംഗിയാണ്. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ട ഗ്രീനല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ നേരം ട്രെയിൻ നിർത്തിയിട്ട് എപ്പോഴും ഉള്ളതാണ്. എന്താ കാര്യമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇത്രയും നാളുടെ മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെയൊക്കെ നിൽക്കും. ഒരു 5 മിനിറ്റ് ഓളം ട്രെയിൻ ഇവിടെ നിർത്തിയിടും. ഇനി നമ്മൾ ഫുള്ളും കാണാൻ പോകുന്ന കൃഷി സ്ഥലങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല മഴയും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്രയും തണുപ്പൊന്നും തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ ഇല്ല. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാലുള്ള ഫസ്റ്റ് സ്റ്റോപ്പ് ഇതാണ് ഭഗവതിപുരം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന ഈ ട്രെയിൻ തിരിച്ച് കൊല്ലത്തോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ട്രെയിൻ ഇവിടെ കുറേ നേരം നിർത്തിയിടും ഗൈസ്. അങ്ങനെ നമ്മളിതേ ട്രെയിനിൽ തമിഴ്നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് കൃഷിയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഇതേ തെങ്ങൊക്കെ കണ്ടോ, നല്ല കാറ്റാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് പാടങ്ങളാണ്. നമുക്ക് ഈ ചോളത്തിൻ്റെ കൃഷി കാണാം, തെങ്ങിൻ്റെത് കാണാം, വാഴയുടേത് കാണാം, അങ്ങനെ കുറേ കാണാം. പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് വിൻമില്ലൊക്കെ കാണാൻ പറ്റും ഗൈസ്. എൻ്റെ ലൈഫിൽ ഞാൻ വിൻമില്ലൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. ഇത്ര അടുത്താണ്, അതും ഇത്രയും വലുതാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എല്ലാം ഞാൻ ഈ ട്രെയിനിൽ പോയതിന് ശേഷമാണ് കാണുന്നത്. നമ്മൾ ട്രാക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വിൻമില്ലൊക്കെ ഉള്ളത്, ഒത്തിരി ഉണ്ട്. അങ്ങനെ നമ്മൾ ശങ്കരൻകോവിലെത്തി. ഇവിടെ നിന്ന് 2 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാലാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ്. സോ അങ്ങനെ ഗൈസ് നമ്മളിത് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി, ശ്രീവില്ലിപുത്തൂരെത്തി. ഇവിടുന്ന് ഇനി ഒരു 20 മിനിറ്റും കൂടി ഉണ്ട് എൻ്റെ കോളേജിലേക്ക് പോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈറ്റുള്ള അമ്പലമുള്ളത് ശ്രീവില്ലിപുത്തൂർ അമ്പലമാണ് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് അതെല്ലാം കാണിച്ചു തരാം. അങ്ങനെ ഞാനും ഫ്രണ്ട്സെല്ലാം ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതേ നടന്ന്, ഇതാണ് സ്റ്റേഷൻ, ശ്രീവില്ലിപുത്തൂർ സ്റ്റേഷൻ. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കറങ്ങി ഇനി സ്റ്റേഷൻ്റെ ഫ്രണ്ട് വരെ പോകണം. ഇവിടുന്ന് ഒരു 50 രൂപ ചാർജേ ഉള്ളൂ നമുക്ക് അമ്പലത്തിലോട്ട് പോകാനൊക്കെ ആയിട്ട്. അമ്പലം ഈ കാണുന്നതാണ് ശ്രീവില്ലിപുത്തൂർ ആണ്ടാൾ കോവിൽ എന്നാണ് പറയുന്നത്. എല്ലാവരും എന്തായാലും ഒരു വട്ടമെങ്കിലും വരണം ഗൈസ്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ശ്രീവില്ലിപുത്തൂർ എത്തിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ മേടിച്ച് കഴിക്കേണ്ട ഒരു സാധനമാണ് പാൽഗോവ, ശ്രീവില്ലിപുത്തൂർ പാൽഗോവ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ മാത്രം കണ്ടുവരുന്ന അഗ്രഹാരങ്ങളൊക്കെ കാണാൻ പറ്റും. കാര്യം ഇത് അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ ഫുള്ളും ബ്രാഹ്മൺസും അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെയാണ്. രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പാട്ടിമാരൊക്കെ വെളിയിൽ വന്ന് നിന്നിട്ട് കോലമൊക്കെ ഇടുന്ന കാണാൻ കേട്ടോ ഗൈസ്. അടിപൊളി വ്യൂ ആണ്, കുറേ പൂവും എല്ലാം ഉണ്ട്. നിങ്ങൾ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ്. ഇതാണ് ശ്രീവില്ലിപുത്തൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി ഞാൻ ഹോസ്റ്റലിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. നമ്മളിപ്പം തിരിച്ചതേ റൂമിൽ വന്ന് ബാഗ് തുറന്ന്, അപ്പോൾ ബാഗിന് ഭീമയുടെ ബാഗ് ഓപ്പൺ ചെയ്തപ്പോൾ കുറേ സാധനങ്ങൾ. അപ്പോൾ എന്താ വലിയൊരു ഡയറി മിൽക്ക്. ഇത് ഫുള്ള് നമ്മളിനി വീട്ടിൽ പോകുന്നവരെ കഴിക്കാനുള്ളതുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെന്താ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും ഇതിനകത്ത് കാണും.
പിന്നെ ഇനിയും കുറേ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഹോസ്റ്റലിലെ കുറേ വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ള എൻ്റെ കുറേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.